ധർമ്മസ്ഥലയിൽ തെരച്ചിലിന് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാക്കിയ ആക്ഷൻ കൗൺസിൽ ഇതുപയോഗിച്ച് സാക്ഷി ചൂണ്ടിക്കാണിച്ച മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കണമെന്നാണ് ആവശ്യം. അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ സാക്ഷിക്ക് ഭീഷണിയുണ്ട് എന്ന ആരോപണങ്ങൾക്കിടെയാണ് ആക്ഷൻ കൗൺസിൽ നിലപാട് ശക്തമാക്കുന്നത്. രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ തെരച്ചിൽ ഇന്നും തുടരും. 11ാം പോയിന്റിൽ ആണ് ഇന്നത്തെ തെരച്ചിൽ. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, നേരത്തെ നമ്മൾ ആലപ്പുഴയിലെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ദുരൂഹത, അതിന്റെ ചുരുളഴിക്കാൻ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നത് ശരണ്യ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അതിൽ തന്നെ ഇത്തരം ചില സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. അതായത് ഒരു നിശ്ചിത അടിത്താഴ്ചയിൽ ശരീരാവശിഷ്ടങ്ങൾ, അസ്ഥികൂടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന പ്രദേശത്ത്, പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളി പറഞ്ഞ പ്രദേശത്ത് നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് വനപ്രദേശമാണ്, കൃത്യമായി സ്പോട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നിരിക്കെ ഇങ്ങനെയൊരു ആവശ്യം ന്യായമായി തന്നെയല്ലേ കണക്കാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, ഇത് ന്യൂസ് 18 തുടക്കത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വസ്തുതയാണ്. അതായത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം കൊണ്ടുവരുമെന്നത്. SIT തുടക്കത്തിൽ അങ്ങനെ ഒരു ആലോചനയും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് 40 വർഷത്തോളം ഉള്ള പഴക്കമുള്ള ഈ കൊലപാതക പരമ്പരകളാണ് അത്തരം വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നേത്രാവതി പുഴയുടെ ഓരത്തും റോഡ് പക്കത്തുമൊക്കെയാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടെന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രളയത്തിലും അത്തരത്തിലൊക്കെ വലിയ തോതിൽ മണ്ണ് ഇത്തരത്തിൽ ഒലിച്ചു പോയതും മണ്ണ് അടിഞ്ഞുകൂടിയതും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ എത്രത്തോളം പ്രായോഗികമാണ് ഈ കുഴിച്ച് തൊഴിലാളികൾ ഉപയോഗിച്ചുള്ള കുഴിച്ചു, അതുപോലെ തന്നെ ചെറിയ JCBകൾ ഉപയോഗിച്ച് ഇങ്ങനെ കുഴിക്കുന്ന സംഭവം എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. നേരത്തെ SIT ആലോചനയിൽ ഉണ്ടായിരുന്ന GPR സംവിധാനം കൊണ്ടുവരണം, അത്തരത്തിലൊരു പരിശോധന നടത്തണമെന്നത്. എന്തായാലും ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര കേസിൽ ഇനി സുപ്രധാന തീരുമാനത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് ഇന്ന്. കാരണം ഇനി 3 പോയിന്റുകളാണ് മാർക്ക് ചെയ്തിട്ടുള്ളവ പരിശോധിക്കാനുള്ളത്. അതായത് 11ഉം 12ഉം 13ഉം. ഇതിൽ 11ഉം 12ഉം റോഡിനോട് ചേർന്ന് നിൽക്കുന്ന നേരത്തെ ഉണ്ടായ അതേ സ്ഥലങ്ങളിലാണ്. 8, 9, 10 അതേ സ്ഥലങ്ങളിലാണ്. പക്ഷെ 13 ഈ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള പ്രദേശത്താണ്. ഈ മൂന്ന് ഇടങ്ങൾ ഒരു പക്ഷേ ഇന്ന് തന്നെ പൂർത്തിയാക്കിയേക്കാം. ഇനി എന്താണ് തുടർ ആലോചന? അത് ഏറ്റവും പ്രധാനമാണ് ഈ കേസിൽ. പ്രത്യേകിച്ച് ഇതിൽ സങ്കീർണത ഉള്ള ഒരു നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലാണ് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഇടങ്ങൾ പരിശോധിക്കുമോ? ആ പ്രദേശം കൃത്യമായി ഏതെങ്കിലും പുഴയുടെ ഇതുവരെ പരിശോധിച്ചതെല്ലാം ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങൾ, റവന്യൂ ഭൂമി, ഒപ്പം പുഴയുടെ വശം വനഭൂമി, ഇത്തരം സ്ഥലങ്ങളിലാണെങ്കിൽ ഇനി അത് ഘട്ടം മാറുകയാണ്. ഈ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ ഉണ്ട് എന്ന് പറയുന്നു. 14ാം പോയിന്റ് അത്തരത്തിൽ ഒരു ഉന്നതനായ ഒരു വ്യക്തിയുടെ പറമ്പിലാണ്. അത് നേരത്തെ ഇത്തരത്തിൽ കുഴിച്ചു പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കോടതി ഉത്തരവോടുകൂടി, കോടതി അനുമതിയോടുകൂടി പരിശോധിക്കാമെന്ന് പറഞ്ഞ് അത്തരത്തിൽ 13 വരെ മാത്രം മാർക്ക് ചെയ്ത് SIT അത് പരിശോധിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. ഇനി വളരെ സുപ്രധാന തീരുമാനത്തിലേക്ക് കടക്കേണ്ടി വരും. എന്താണ് SIT ഈ കാര്യത്തിൽ തീരുമാനിക്കുന്നത്? ഏതായാലും ഇന്നലെ വിശദമായ ഒരു കൂടിക്കാഴ്ച DGPയുടെ മേൽനോട്ടത്തിൽ നടന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് തീരുമാനം? ഇന്നത്തെ തെരച്ചിലോടുകൂടി ഇതുവരെ മാർക്ക് ചെയ്ത സ്ഥലങ്ങൾ, അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ പൂർത്തിയാവുകയാണ്. ഇനി അടുത്ത് SITയുടെ നീക്കമെന്ത്? ഈ ഒരു കേസിൽ കൂടുതൽ പ്രദേശം, അതായത് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളും കുഴിച്ചു പരിശോധിക്കും എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഏതായാലും ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ 6 പോയിന്റിൽ മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത്. മറ്റ് ഇടങ്ങളിൽ എന്തൊക്കെ വസ്തുക്കൾ കിട്ടിയെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. SIT ആ കാര്യം പുറത്തുവിട്ടിട്ടുമില്ല. ഇനി അത്തരം സ്ഥലങ്ങളിൽ കുഴിച്ച് പരിശോധനയിൽ എന്താണ് SIT കണ്ടെത്തിയ കാര്യങ്ങൾ? ഒരു പക്ഷേ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭിച്ചിട്ടില്ല എന്ന കാര്യം ഇതുവരെ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് ഇന്നുണ്ടാകുമോ? അതല്ല നാളെ ഇത്തരത്തിലൊരു തീരുമാനം, ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? അത് തന്നെയാണ് ധർമ്മസ്ഥലയിൽ ഏറ്റവും നിർണായകമാവുന്ന ഒരു ദിവസമായി ഇന്ന് മാറുന്നത്. ഇന്നത്തോടുകൂടി അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലെ പരിശോധന പൂർത്തിയാകുകയാണ്. 11:30 എല്ലാ ദിവസവും പരിശോധന ആരംഭിക്കൽ. ഇന്നും അത്തരത്തിൽ 11:30 പരിശോധന ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തുടർ നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഒരു കാര്യം കൂടി, അതായത് ഇതിലിപ്പോൾ ഈ അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തുന്നുവെന്ന ഒരു പരാതി ഉണ്ടല്ലോ സാക്ഷികളുടെ ഭാഗത്ത് നിന്ന്. അതിൽ ഊർജിതമായ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടോ ബൈജു?
തീർച്ചയായും ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ SIT സംഘത്തിൽ നിന്നും പ്രാഥമികമായി ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഇയാൾക്കെതിരെയുള്ള അന്വേഷണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ DGP പ്രഖ്യാപിച്ചതാണ്. അത്തരം അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും നടപടി സ്വീകരിച്ചതായി നമുക്കിപ്പോൾ വിവരമില്ല. പക്ഷേ ഇയാളെ ഈ സംഘത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ ആ ആരോപണത്തിൽ മേൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. മഞ്ജുനാഥ ഗൌഡ എന്ന് പറയുന്ന സിർസിയിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ. ഇയാൾ ഗുരുതരമായ ആരോപണമായിരുന്നു നേരത്തെ ഉയർന്നു വന്നിരുന്നത്. അതായത് സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ഈ കേസിൽ നിന്നും പിന്മാറണം, ഇതൊരു വ്യാജ പരാതിയാണ്, അതുകൊണ്ട് തന്നെ ഇത് പിന്മാറും, ആ രീതിയിൽ വീഡിയോ വരെ ചിത്രീകരിച്ചു ഇയാളെ സ്വകാര്യ മൊബൈലിൽ നിന്ന് ഗുരുതരമായ ആരോപണം. ഇതേതായാലും ശരിവെക്കുന്ന രീതിയിലാണ് ഇയാളെ മാറ്റി നിർത്തിയെന്ന തുടക്കത്തിൽ തന്നെ ഈ SIT സംഘത്തിൽ നിന്നും മാറ്റി നിർത്തിയ നടപടിയും. ആ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച തീരുമാനവും വളരെ വൈകാതെ തന്നെ ഉണ്ടായേക്കാം. അഭിലാഷ്, ശരി. ധർമ്മസ്ഥലയിലെ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ എന്നാണ് അറിയേണ്ടത്. അതേസമയം